മറ്റൊരു രസകരമായ ചോദ്യമാണ്. ഇതും മുൻവർഷത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു അർദ്ധവൃത്തം വളച്ച് വൃത്തസ്തൂപിക ഉണ്ടാക്കി. A cone is made by bending a semicircle. What is the relation between its base radius and slant angle? Okay. അതായത് ഒരു സെമി സർക്കിൾ വരച്ച് ഉണ്ടാക്കി. ഇതിന്റെ സെമി സർക്കിൾ കൊണ്ട് ഉദ്ദേശിച്ചത് ഇതിന്റെ സെന്റർ ആംഗിൾ എത്രയാണുള്ള പ്രൂവ് ആണ്. സെന്റർ ആംഗിൾ എത്ര വരും? 180 ഡിഗ്രി. അതായത് എക്സ് തന്നിട്ടുണ്ട്. എക്സ് എത്രയാണ്? 180 ഡിഗ്രി. ഇതിന്റെ റേഡിയസ് ഭാഗത്തിന്റെ ആരം ആർ എന്നും ചെരിവ് ഉയരം എൽ എന്നെടുക്കുകയാണെങ്കിൽ നമ്മൾ റിലേഷൻ എന്ത് വരും? എക്സ് ബൈ 360 ഈക്വൽ ആർ ബൈ എൽ. അതായത് 180/360 സമം ആർ ബൈ എൽ എന്ന് വന്നു. അതായത് 1/2. അതായത് ആർ ബൈ എൽ ഇസ് ഈക്വൽ ടു 1/2. ദാറ്റ് ഈസ് ആർ ഇസ് ടു എൽ സമം 1:2. ഇതിന്റെ അർത്ഥം എന്താണ്? ആർ ബൈ എൽ ഇസ് ഈക്വൽ ടു 1/2 എന്ന് പറഞ്ഞത് എൽ ഇസ് ഈക്വൽ ടു 2r എന്നാണ്. അത് എന്നോട്ടെ എന്തോ ഒരു ഉപകാരം ഉണ്ടെന്ന് വിചാരിച്ചു. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്ക്. തൂബികയുടെ ശീർഷം ഒരു പാദവ്യാസത്തിന്റെ അറ്റങ്ങളുമായി ഉണ്ടാക്കുന്ന ത്രികോണം സമഭുജമാണെന്ന് തെളിയിക്കുക. അതായത് prove that triangle formed by joining the apex of the cone to the ends of the diameters of this base is equilateral triangle. അതായത് നമ്മളെ കോൺ, ഈ കോണിന്റെ ബേസിലുള്ള റേഡിയസ് ഈ ഡയമീറ്ററും ഇതും തമ്മിൽ ചേർത്തുണ്ടാക്കുന്ന ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഒരു സമഭുജ ത്രികോണമാണ്, അഥവാ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ് തെളിയിക്കണം. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ആ ട്രയാങ്കിൾ മാത്രം ഞാൻ കൺസിഡർ ചെയ്തു. ഇത് നമ്മളെ കോണായതുകൊണ്ട് ഇത് എത്ര വരും? എൽ എന്നാണ്. അപ്പൊ ഇത് എന്തുതന്നെയാണ്? എൽ. ഇത് റേഡിയസ് ആണല്ലോ, ഡയമീറ്റർ ആണ്. ഡയമീറ്റർ എത്രയാണ്? 2r എന്നാണ് കിട്ടുന്നത്. ആണോ അല്ലയോ? ഇതിന്റെ കാര്യം നമുക്ക് ഈസി ആയിട്ട് പറയാമല്ലോ. ഇത് നമ്മളെ കയ്യിൽ ഉണ്ടാക്കുന്ന ട്രയാങ്കിളിന്റെ ബേസ് എന്ന് പറയുന്നത് 2r, സൈഡുകൾ കോണിന്റെ വൃത്തസ്തൂപികയുടെ വശങ്ങളായതുകൊണ്ട്, വൃത്തസ്തൂപികയുടെ ചെരിവുയരങ്ങളും ആയതുകൊണ്ട്, പക്ഷെ നമുക്കറിയാം എൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2r എന്നാണ്. അപ്പൊ നമ്മളെ ചിത്രം എങ്ങനെയായി മാറി നോക്ക്. 2r 2r 2r. 3 സൈഡ്സിനും ഒരേ നീളമാണെങ്കിൽ അത് എന്ത് ത്രികോണമാണ്? സമഭുജ ത്രികോണം അഥവാ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. നമ്മൾ ഇത്രേ പ്രൂവ് ചെയ്യാനുള്ളൂ. എൽ ഇസ് ഈക്വൽ ടു 2r എന്ന് അറിയാവുന്നത് കൊണ്ട് എന്തായി മാറി? ഒരു സമഭുജ ത്രികോണമാണ്. ചിത്രത്തിലെ ചോദ്യം കണ്ടിട്ട് ഏറ്റൊന്നും ചെയ്യരുത്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. മറ്റൊന്ന് നോക്ക്. 36 സെന്റിമീറ്റർ ആരമുള്ള വൃത്താകൃതിയായ ഒരു തകിട് കേന്ദ്രത്തിലൂടെ മടക്കി, ശ്രദ്ധിക്കണേ, കേന്ദ്രത്തിലൂടെ മടക്കി 4 വൃത്താംശങ്ങളാക്കി മുറിച്ചു. എത്രണ്ണാക്കി മുറിച്ചു? 4 എണ്ണം. ഒരു സർക്കിളിനെ 4 കഷ്ണങ്ങളാക്കിയാൽ ഒരു കഷ്ണം എത്ര വരിക? 90. അപ്പൊ എക്സ് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനെ തന്നെ, ഒളിപ്പിച്ച് വെച്ചാണ് അവർ 90 ഡിഗ്രി. ഇതിന്റെ നീളം ആരം തന്നിട്ടുണ്ട്. എത്രയാണത്? 36. അതായത് വൃത്തസ്തൂപികയുടെ ചെരിവ് ഉയരം തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്മൾ വായിക്കാൻ മറന്നതാണെന്നുള്ളൂ. 36. കേന്ദ്രകോൺ എത്ര തന്നിട്ടുണ്ട്? 90 തന്നിട്ടുണ്ട്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും സിമ്പിൾ ആണ്. 6 കാണാനാണ്. നമുക്കറിയാം എക്സ് ബൈ 360 is equal to r by l അല്ലെ? എക്സ് എത്രയാണ്? 90. 90/360 സമം r എത്രയായിരുന്നു? അറിയില്ല. എൽ അറിയോ? 36. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് റീഅറേഞ്ച് ചെയ്യാം. ഈ സംഭവങ്ങളൊക്കെ പരീക്ഷയ്ക്ക് സാധാരണ മനോഹരമായിട്ട് തെറ്റിക്കാറുണ്ട്. പരമാവധി തെറ്റിക്കാതെ ചെയ്യാൻ നോക്കട്ടോ. 90 × 36/360. കഴിഞ്ഞ പരീക്ഷയ്ക്ക് നമ്മൾ ഇതേപോലത്തെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന ഒരു സാധനം ത്രികോണമിതിയിലെ 90% ആൾക്കാരും തെറ്റിച്ചിരുന്നു. 36 360 36 10 പ്രാവശ്യം.
0 പോയി 6 എത്ര കിട്ടി? 9 സെന്റിമീറ്റർ കിട്ടി. കേന്ദ്രകോണം 90. അങ്ങനെയാണെങ്കിൽ വക്രതല തലപ്പ് അതായത് സി എസ് എ കാണണം. സി എസ് എന്റെ ഇക്വേഷൻ എന്തായിരുന്നു? പൈ ആർ. ആർ നമുക്ക് എത്രയാണെന്നറിയോ? 9. എൽ എത്രയാണെന്നറിയോ? എൽ എത്രയാ? 36. നേരിട്ട് കൊടുക്കേണ്ട പണിയില്ലേ പിന്നെ ഉള്ളൂ. പൈ ഇൻറ്റു 36 ഇൻറ്റു 9. അങ്ങോട്ട് മാറിപ്പോയാലും കുഴപ്പമില്ല. ഗുണിക്കുമ്പോൾ എത്ര കിട്ടും? ഗുണിച്ചു നോക്ക്. ഗുണിക്കണം അല്ലേ? മതിയാണ്. 36 ഇൻറ്റു 9 324 പൈ സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. തെറ്റാതെ ഗുണിച്ചെത്ര എഴുതുക. ചില ആൾക്കാർ ആവേശം കൂടിയിട്ട് വീണ്ടും പൈൻ്റെ വില കൊടുത്ത് ഗുണിക്കാനൊക്കെ പോവും. പരീക്ഷയ്ക്ക് അങ്ങനെ കൃത്യമായി പൈ വില കാണുക എന്നോ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം വന്നിട്ട് പോയാൽ മതി. അടുത്തത് നോക്കുക. ഓക്കെ, ഏറെക്കുറെ ഈ വൃത്താംശം വളച്ചുണ്ടാക്കുന്ന ചോദ്യങ്ങളാണ് വരുന്നത്. മനസ്സിലായത്. ആരം 10 സെന്റിമീറ്റർ, കേന്ദ്രകോൺ 216. തന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാലോ 6. വൃത്താംശം വളച്ചിട്ടാണ്. 6 അല്ല. എന്താണത്? എല് 10 സെന്റിമീറ്റർ. എക്സ് എത്ര വന്നിട്ടുണ്ട്? 216 ഡിഗ്രി. ഓക്കെ, തന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഫസ്റ്റ് ക്വസ്റ്റിന്റെ ഉത്തരം നമുക്ക് അവിടെ നിന്ന് കിട്ടി. എത്രയാണ്? 10 സെന്റിമീറ്റർ. ആരം കാണണം, നമുക്കറിയാം. എന്താ വഴി? 216/360 സമം 6/10. എത്ര വന്നു? 6 സമം 216 ഇൻറ്റു 10/360. 0 പോയി. ഈ 36-നെ 216-നെ 36 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എത്ര കിട്ടും? 6. 6 36 3. ഓക്കെ, അപ്പൊ 6 എത്ര കിട്ടി? 6 സെന്റിമീറ്റർ കിട്ടി. അപ്പൊ അതും തീരുമാനമായി. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? വൃത്തസ്തൂപികന്റെ വ്യാപ്തം. വൃത്തസ്തൂപികന്റെ വ്യാപ്തം എന്ന് പറഞ്ഞാൽ 1/3 പൈ ആർ സ്ക്വയർ എച്ച് എന്നാണ്. അതായത് 1/3 പൈ ഇൻറ്റു 6 ഇൻറ്റു 6 ഇൻറ്റു എച്ച് എത്രയാ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എച്ച് കണ്ടുപിടിക്കണം. ക്വസ്റ്റ്യൻ ഓരോന്നോരോന്നായി കണ്ടുപിടിച്ച് മുന്നോട്ട് പോകണം കേട്ടോ. ഇതില് എച്ച് കാണണമെന്ന് ആദ്യം തന്നെ നമുക്ക് അറിയണം. തന്നിരിക്കുന്നത് 6 പറയാം, എല്ലു പറയാം. നേരത്തെ പറഞ്ഞതുപോലെ ചിത്രം വരച്ചാൽ എച്ച് 6 എൽ. അപ്പോൾ എച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എൽ സ്ക്വയർ. എൽ എത്രയായിരുന്നു? 10. 10 സ്ക്വയർ മൈനസ് 6 എത്രയാ? 6 തന്നെ. അപ്പൊ 6 സ്ക്വയർ, അതായത് 100 മൈനസ് 36 റൂട്ട് 64. എത്ര വന്നു? അതും തീരുമാനമായി. അപ്പൊ കട്ട് ചെയ്താൽ 2 12 96 പൈ സെന്റിമീറ്റർ ക്യൂബ് എന്ന് വന്നു. മറക്കല്ലേ? നമ്മൾ ആദ്യം ഈ ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്തു? 6 കണ്ടുപിടിച്ചു. കാര്യത്തിന് എൽ ഉപയോഗിച്ച് 6 കണ്ടുപിടിച്ചു. 6 കിട്ടിയതിന് ശേഷം എച്ച് കണ്ടുപിടിച്ചു. എച്ച് കണ്ടുപിടിച്ച ശേഷം വി കണ്ടുപിടിച്ചു. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. ഒരു വൃത്തസ്തൂപികയുടെ ആരം 12 സെന്റിമീറ്റർ, ഉയരം 6 സെന്റിമീറ്റർ. എന്നത് എന്താണ്? വൃത്തസ്തൂപികന്റെ ആരം പറഞ്ഞു, പ്രത്യേകം പറഞ്ഞു. അപ്പൊ 6 12 സെന്റിമീറ്റർ. പിന്നെയോ എച്ച് തന്നിട്ടുണ്ട് 6 സെന്റിമീറ്റർ. വ്യാപ്തം കാണും. ഫസ്റ്റ് ചോദ്യം v is equal to 1/3 പൈ ആർ സ്ക്വയർ എച്ച്, ദാറ്റ് ഈസ് 1/3 പൈ ഇൻറ്റു 6 എത്രയാണ്? 12. അപ്പൊ 12 ഇൻറ്റു 12 ഇൻറ്റു എച്ച് എത്രയാ? 6. 12 ഇൻറ്റു 12 100.
12 × 12 എത്ര വന്നു? 144. 144 ഇൻറ്റു എത്ര വന്നു? 432 സെന്റിമീറ്റർ ക്യൂബ് എന്ന് വന്നു. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏതാ? അടുത്തത് നമുക്ക് ബാക്കി ചെയ്ത് നോക്കാം. ഇത് നമ്മൾ ചെയ്യാം.